ഹായ് ഡിയസ്, ഷാജു സാറാണ്. ചൈനയിൽ ഒരു വില്ലേജിൽ നിങ്ങളുടെ പ്രായത്തിലുള്ളൊരു മിടുക്കനായ കുട്ടിയുണ്ടായിരുന്നു. ഈ മിടുക്കെന്ന് പറഞ്ഞാൽ അവന് നല്ല സ്പോർട്സിലും അതുപോലെ തന്നെ ആർട്സിലൊക്കെ ഗംഭീര പെർഫോമൻസ് കാഴ്ചവെക്കുന്ന കുട്ടിയായിരുന്നു. എൻ്റെ ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സ്റ്റഡീസിൽ കുറച്ച് പിന്നോട്ടായിരുന്നു. പക്ഷെ അവൻ ഒരുപാട് ശ്രമിക്കാറുണ്ടായിരുന്നു, നന്നായിട്ട് ഇരിക്കും പഠിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ മാർക്സ് കിട്ടുന്ന സമയത്ത്, പരീക്ഷാ ഹാളിലെത്തുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ മറന്നു പോവുക, വിചാരിച്ച പെർഫോമൻസിലേക്ക് എത്താൻ പറ്റാത്ത വല്ലാത്ത ഒരു സങ്കടകരമായിട്ടുള്ള അവസ്ഥ. ടീച്ചേഴ്സൊക്കെ അവനെ എഴുതി തള്ളി, മടിയനാണ്, ശ്രമിക്കാത്തത് കൊണ്ടാണെന്ന് പറഞ്ഞു. ഫ്രണ്ട്സ് ആണെങ്കിലോ നന്നായിട്ട് കളിയാക്കുകയും ചെയ്യുന്നുണ്ട്. ഒരുപാട് സമയം ഇരുന്നിട്ട് പഠിച്ചിട്ട് നീ ഇങ്ങനെയാണല്ലോ മാർക്ക് വാങ്ങിക്കുന്നതൊക്കെ പറഞ്ഞിട്ട് ആകെ മാനസികമായി തകർന്ന് അവൻ അങ്ങനെ വീട്ടിലിരിക്കുകയാണ്. രക്ഷിതാക്കൾക്കറിയാം ഇവൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ടെന്ന്. അവരും അവനെ പോലെ തന്നെ തുല്യ ദുഃഖിതരാണ്. ആ ഇടയ്ക്കാണ് ആ വില്ലേജിൽ ഒരു സെൻറ്റ് മാസ്റ്റർ വന്നതായിട്ട് അവരറിയുന്നത്. അങ്ങനെ ഈ കുട്ടി അവിചാരിതമായിട്ട് ആ ഒരു സെൻറ്റ് മാസ്റ്ററെ കാണാൻ പോവുകയാണ്. അവിടെ എത്തിയപ്പോൾ അവിടുത്തെ ആംബിയൻസും അവിടുത്തെ മെഡിറ്റേഷനൊക്കെ കണ്ടപ്പോൾ അവനെ കുറച്ച് ഇംപ്രസ്ഡ് ആയി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവനെ ആ സെൻറ്റ് മാസ്റ്ററുടെ അടുത്ത് പോയിട്ട്, ആ ഒരു സന്യാസിയുടെ അടുത്ത് പോയിട്ട് അവൻ തൻ്റെ പ്രശ്നങ്ങളൊന്ന് ഷെയർ ചെയ്യുകയാണ്. ഈ കുട്ടിയുടെ നിഷ്കളങ്കമായിട്ടുള്ള ഈ ഒരു വർത്തമാനം കേട്ടപ്പോൾ, പഠനത്തിൽ മികച്ചതാവാൻ സാധിക്കുന്നില്ല എന്നുള്ള ഈ ഒരു കാര്യം കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിനക്കൊരു 5 ടിപ്സ് പറഞ്ഞു തരാം. ഈ 5 ടിപ്സ് നീ ഒന്ന് ഫോളോ ചെയ്ത് നോക്ക്, വല്ല മാറ്റം വരികയാണെങ്കിലോ. അവൻ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ആ 5 ടിപ്സ് കേട്ടു. ടിപ്പ് നമ്പർ 1, ക്ലിയർ യുവർ മൈൻഡ്. ഈ സന്യാസി ഈ കുട്ടിക്ക് ഒരു വാട്ടറിൻ്റെ ഒരു ചെറിയ ടാങ്ക് കൊടുക്കുകയാണ്. എന്നിട്ട് ചോദിച്ചു, ഇതിലെന്താ നീ കാണുന്നത്? ഇത് കലങ്ങിയ വെള്ളമാണ്, മഡി വാട്ടറാണെന്ന് അവൻ പറഞ്ഞു. എന്നാൽ അത് അവിടെ വെക്കണം, നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിച്ചിരിക്കാമെന്ന് പറഞ്ഞു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ വാട്ടർ നന്നായിട്ട് ക്ലിയർ ആയിട്ടുണ്ട്, സെറ്റിൽഡ് ആയിട്ടുണ്ട്. അതേ പറഞ്ഞു, ഇപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തൂടെ പുറത്തേക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ. ഇതുപോലെയാണ് പഠിക്കാനിരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സ് ഒരുപാട് ഫ്രസ്ട്രേഷൻസും ആങ്സൈറ്റിയും അതുപോലെ തന്നെ കളിയാക്കലുകളുടെ ഒക്കെ ഒരുപാട് പ്രശ്നങ്ങളായിട്ട് ഇരിക്കുന്ന സമയത്ത് പഠിക്കരുത്. കുറച്ച് നേരം ഒന്ന് കാം ഡൗൺ ആവുന്നവരെ കാത്തിരിക്കുക. ഇതുപോലെ ക്ലിയർ ക്രിസ്റ്റൽ ആയതിനു ശേഷം പഠിക്കാനിരിക്കുക. നൗ ടിപ്പ് നമ്പർ 2, ഫോക്കസ് ഓൺ ദ പ്രസൻറ്റ്. അദ്ദേഹം ഒരു ക്യാൻഡിൽ കാണിച്ചു കൊടുക്കുകയാണ് കുട്ടിക്ക്. ആ കത്തുന്ന ക്യാൻഡിലേക്കൊന്ന് നോക്കാൻ പറഞ്ഞു. അപ്പോൾ അവൻ അതിലേക്ക് തന്നെ നോക്കി നിന്നു. അതിന് മാത്രം ഫോക്കസ് ചെയ്യാൻ പറഞ്ഞു. ആദ്യമൊക്കെ അവൻ്റെ മനസ്സിലേക്ക് അവൻ്റെ പരാജയത്തെക്കുറിച്ചും ഫ്രണ്ട്സിനെ കുറിച്ചൊക്കെ ചിന്തകൾ വന്നു. പക്ഷെ പയ്യെ പയ്യെ അവന് ആ ഒരു ക്യാൻഡിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യാൻ സാധിച്ചു. അദ്ദേഹം പറഞ്ഞു കൊടുത്ത കാര്യം ഇതാണ്, നമ്മൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന ഒരുപാട് തോട്ട്സ്, അൺവാണ്ടഡ് തോട്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ പയ്യെ പയ്യെ നമ്മൾ ഈ ഒരു പറയുന്ന ഫോക്കസിങ് എന്ന് പറയുന്ന അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്ന ഈ ഒരു കാര്യം നമ്മൾ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാനുള്ള കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അങ്ങനെ അദ്ദേഹം 3rd പോയിന്റ് പറയണം. 3rd പോയിന്റ് ഇതാണ്, അബ്സോർബ് ദ നോളജ്. അതിന് അദ്ദേഹം കൊടുക്കുന്നത് ഒരു കല്ലും അതുപോലെ തന്നെ ഒരു സ്പോഞ്ചുമാണ് കൊടുക്കുന്നത്. എന്നാൽ അതിന് പുറത്തേക്ക് അദ്ദേഹം രണ്ടിൻ്റെയും പുറത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. അപ്പം സ്പോഞ്ച് ആ വെള്ളം നന്നായിട്ട് അബ്സോർബ് ചെയ്തു, കല്ലിൻ്റെ മേലെ തട്ടിയിട്ട് വെള്ളം കൊണ്ട് പോയി ചെയ്തു. ഞാൻ പറഞ്ഞു, ഇതുപോലെയാണ് നമ്മൾ പഠിക്കുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ നമ്മുടെ മുകളിലൂടെ അതിങ്ങനെ പഠിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെയല്ല, ആ സ്പോഞ്ച് അബ്സോർബ് ചെയ്ത പോലെ നോളജിനെ നമ്മൾ അബ്സോർബ് ചെയ്യുകയാണ് വേണ്ടത്. ജസ്റ്റ് ഇങ്ങനെ എന്തൊക്കെയോ നമ്മൾ ഓർത്തെടുക്കുക, മെമ്മറൈസ് ചെയ്യുക, അല്ലെങ്കിൽ ബൈ ഹാർട്ട് ചെയ്യുക, അതല്ല വേണ്ടത്. കോൺസെപ്റ്റ് ക്ലിയർ ആക്കുക, കോൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തുക, അത് നമ്മുടെ തന്നെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുക, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട് അതിനെ വിഷ്വലൈസ് ചെയ്യുക. സംഭവം ഒരിക്കലും മറക്കാൻ പോകുന്നില്ല. ഓക്കെ, അദ്ദേഹം പറയുന്ന അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ടിപ്പ് നമ്പർ 4, ബ്രേക്ക് യുവർ ടാസ്ക് ഇൻ ടു പീസസ്. അദ്ദേഹം ഒരു കഷ്ണം കൊടുത്തു, എന്നിട്ട് പറഞ്ഞു ഇതൊന്ന് പൊളിക്കാൻ പറഞ്ഞു. അവൻ കുറേ ശ്രമിച്ചു, പക്ഷെ അത് സാധിക്കുന്നില്ല. അദ്ദേഹം കാണിച്ചു കൊടുത്തു, ഒരു ചിസിൽ ഉപയോഗിച്ചിട്ട് അതിൻ്റെ സൈഡ്സൊക്കെ ഇങ്ങനെ ചെത്തി 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 അദ്ദേഹം പതുക്കെ 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 ആ വലിയ മരത്തെ കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്തു, പൊളിച്ചടക്കി. അദ്ദേഹം പറഞ്ഞു കൊടുത്തൊരു കാര്യം അതാണ്, ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ടാവും. നമ്മൾ പഠിക്കാനുള്ള കോൺസെപ്റ്റുകൾ വലിയതായിരിക്കും. ഫിസിക്സിലാണെങ്കിലും കെമിസ്ട്രിയിലാണെങ്കിലും തിയറീസൊക്കെ ഭയങ്കര ഹാർഡായിരിക്കും. നമ്മളെല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് വിഴുങ്ങാൻ വേണ്ടി ശ്രമിച്ചാൽ ഒന്നും നടക്കില്ല. പയ്യെ പയ്യെ നമ്മൾ അതിൻ്റെ ഒരു ഭാഗത്ത് നിന്നും പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഇൻ കോഴ്സ് ഓഫ് ടൈം അത് കംപ്ലീറ്റ് ആയിട്ടും പഠിച്ചെടുക്കുക തന്നെ ചെയ്യും. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ 4ാമത്തെ ടിപ്പ്. 5ാമത്തെ ടിപ്പ്, ബി പേഴ്സിസ്റ്റൻ്റ് എന്നാണ്. അതിന് അദ്ദേഹം 2 വിത്തുകൾ 2 പോട്ടിലിട്ടിട്ട് കാണിച്ചു കൊടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, 2നും ആദ്യം വെള്ളം ഒഴിക്കുക, പിന്നെ ആ ബി എന്ന് പറയുന്ന എയും ബിയും പോട്ടുകൾ
ആ ബി എന്ന് പറയുന്ന പോട്ടിൽ വെള്ളം ഒഴിക്കേണ്ട, എയിൽ മാത്രം എന്ത് ചെയ്യുക, വെള്ളം കൃത്യമായിട്ട് ഒഴിക്കുക. അങ്ങനെ റെഗുലറായിട്ട് ഒഴിച്ച സമയത്ത് എ എന്ന് പറയുന്ന പോട്ടിൽ നല്ല മനോഹരമായൊരു ചെടി വളരുകയും അതുപോലെ തന്നെ മനോഹരമായ പൂക്കൾ ഉണ്ടാവുകയൊക്കെ ചെയ്തു. ബി എന്ന് പറയുന്ന പോട്ടിൽ ഒന്നും സംഭവിച്ചില്ല. ഇതുപോലെ തന്നെയാണ് നമ്മളൊക്കെ ചില മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ കേൾക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പരീക്ഷാ പേപ്പർ കിട്ടിയ സമയത്ത് എങ്ങനെയൊക്കെയോ നമ്മൾ എന്ത് ചെയ്യും, തുടങ്ങി വെക്കും പഠനം, പക്ഷേ പിന്നീട് അത് കണ്ടിന്യൂ ചെയ്യില്ല. അവിടെ ഒരു പാഠം നമ്മൾ പഠിക്കേണ്ടത് പേഴ്സിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. കുറച്ചാണ് പഠിക്കുന്നതെങ്കിലും കൃത്യമായി ഡെയിലി അത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഉറങ്ങുന്നതിന് മുമ്പേ എന്തെങ്കിലും ഒന്ന് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു കോൺട്രിബ്യൂഷൻ, ആ ദിവസത്തെ കോൺട്രിബ്യൂഷൻ നമ്മൾ ആ പഠനത്തിലേക്ക് നടക്കണം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഉദ്ദേശിച്ച ആ വിജയത്തിലേക്ക് എത്താൻ പറ്റും. സെൻ ഗുരുവിൻ്റെ ഈ ഒരു 5 ഉപദേശങ്ങൾ കുട്ടി സ്വീകരിച്ചു. അങ്ങനെ അവൻ പിന്നെയും ഒരുപാട് ദിവസം അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നു, ഇതൊക്കെ കുറച്ചും കൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ജീവിതത്തിലേക്ക് ആ പാഠങ്ങൾ അവൻ പകർത്തുകയാണ്. സ്കൂളിൽ അവൻ ഈ പാഠങ്ങളൊക്കെ പകർത്തിയ സമയത്ത് കൃത്യമായി ഹാർഡ് വർക്ക് ചെയ്ത് പേഴ്സിസ്റ്റൻ്റ് ആയിട്ട് പഠിച്ചു തുടങ്ങിയ സമയത്ത് ഒരൊറ്റ രാത്രി കൊണ്ട് അവൻ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ ഇൻ കോഴ്സ് ഓഫ് ടൈം അവനൊരു വലിയ സക്സസ്ഫുൾ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊക്കെ ഇത് പഠന കാര്യങ്ങളിൽ മാത്രമല്ല, ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് സ്റ്റഡിങ് ബെറ്റർ, ഇറ്റ് ഈസ് ജസ്റ്റ് ലിവിങ് ബെറ്റർ. നമ്മുടെ ജീവിത ശൈലി ഒന്ന് ജസ്റ്റ് മാറ്റിയാൽ തന്നെ നമുക്ക് പഠനവും നമ്മുടെ കൂടെ തന്നെ വരും. നല്ല മനോഹരമായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് ആസ്വദിക്കാനും സാധിക്കും. സോ ഈ 5 ടിപ്സ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളൊന്ന് പകർത്തി നോക്കുക. ഇതിൻ്റെ ഒരു റിസൾട്ട് നമ്മൾ കാണാൻ പോകുന്നത് തീർച്ചയായും നമ്മുടെ അടുത്ത എക്സാമിനേഷൻ ആയിരിക്കും. സോ ഓൾ ദി ബെസ്റ്റ്.